ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി നമ്മുടെ നെത്തോലി പീര വറ്റിച്ചതാണേ. ഇത് ഉമ്മച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള നെത്തോലി പീരയാണേ. എന്നും നെത്തോലി കറി മാത്രം വെച്ച് കൊടുത്ത് മടുത്തിട്ടുണ്ടോ? ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നെത്തോലി പീര തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു 11 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. ഇപ്പോൾ അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ ചതച്ചാലും മതിയേ. മിക്സിയിൽ ചതയ്ക്കണ്ട. ഒരുപാടായിട്ടതങ്ങ് ആടിപ്പോവും, അരഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു പരുവം കറക്റ്റ്. ഇനി ഞാൻ എടുത്തേക്കുന്നത് കാന്താരി മുളകാണ്. അതൊരു 10 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്. കാന്താരി മുളകില്ല എങ്കിൽ വേണ്ട, അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ചേർത്ത് കൊടുക്കുന്നത് നീളം മുളകാണേ. നമ്മുടെ മലക്കറി മുളകെന്നും പറയും ഇതിന്. അപ്പം ഇതൊരു 7 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ അളവ് കൂട്ടുന്നവർക്ക് കൂട്ടാം, കുറയ്ക്കാം. നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് എരി ചേർക്കാം കേട്ടോ. അത്യാവശ്യം ഇതിന് ഒരു എരി വേണം, എങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഇതൊന്ന് ചതച്ചിട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു 20 അല്ലി ചെറിയ ഉള്ളിയുണ്ട് കേട്ടോ. 3/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാനൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി. ഓവറായിട്ട് നമ്മളത് ചതച്ച് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കിയാൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് മതി. ഇതാണ് അതിൻ്റെ ഒരു പരുവമേ, തേങ്ങയുടെ പരുവം. ഞാനിത് തയ്യാറാക്കുന്നത് ചട്ടിയിലാണേ. അപ്പോൾ ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ചെറിയ ഉള്ളിയും മുളകും ഇഞ്ചിയും എല്ലാം ചതച്ചതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയാണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതോടുകൂടി അങ്ങ് ചേർക്കുവാണേ. 3 ഇതാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ഇതാക്കി കീറിയിട്ടിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നെത്തോലി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ നല്ലതുപോലെ വൃത്തിയാക്കി കഴുകി വെച്ചിരുന്ന നെത്തോലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നെത്തോലിയുടെ അളവ് 1/2 കിലോ ഉണ്ട് കേട്ടോ നെത്തോലി. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണേ. കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി വെള്ളം ചേർക്കാം. ഒരു 4 ടീസ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ നേരത്തെ അരച്ച ആ കല്ലൊക്കെ ഒന്ന് കഴുകിയെടുത്ത വെള്ളമാണ് കേട്ടോ. അരപ്പൊക്കെ അതിൻ്റെ ഒരു അംശം കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്തേക്കുന്നത്. ഇനി കറിവേപ്പില ചേർക്കാം. ഇനി ഒന്ന് വേവിച്ചെടുക്കണം. അത് ചെറിയ തീയിൽ തന്നെ വേവിക്കണം കേട്ടോ. തീ കൂട്ടി കൊടുക്കരുത്. ഇനി അടുത്തത് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് 1 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത ഉലുവ ഉണ്ടെങ്കിൽ വറുത്ത ഉലുവ ചേർത്താൽ മതിയേ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. തീ കൂട്ടി കൊടുക്കരുത്, കരിഞ്ഞു പോവും. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കരുത്. നമ്മൾ ഇങ്ങനെ കുടഞ്ഞിടാനേ പാടുള്ളൂ. സ്പൂണ് ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോവും. മീനുകളെല്ലാം പൊടിഞ്ഞു പോവും. പൊടിയാതെ തന്നെ നമുക്ക് മീൻ പറക്കി തിന്നാൻ പറ്റണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണേ. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിക്കണം. ഇനി കുറച്ച് പച്ച എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റാവട്ടെ. അപ്പോൾ നമ്മുടെ നെത്തോലി പീര റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു. അസ്സലാമു അലൈക്കും.